ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതും കച്ചവടം നടത്തുന്നതും കുറ്റകൃത്യമാണെന്ന് കുവൈറ്റ് സുപ്രീം കോടതി. ഇസ്രായേൽ നിർമ്മിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ വിദേശിക്കെതിരെ സമർപ്പിക്കപ്പെട്ട പരാതിയിലാണ് കുവൈറ്റ് പരമോന്നത കോടതിയുടെ സുപ്രധാന വിധി. ഇസ്രായേലുമായി യാതൊരർത്ഥത്തിലുള്ള ബന്ധവും പാടില്ലെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് കുവൈത്ത്. ഈ നിലപാടിന് വിരുദ്ധമായി ഇസ്രായേലിനോ ഇസ്രായേൽ ഉൽപ്പന്നത്തിനോ നേട്ടമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും ഇടപെട്ടാൽ അത് നിയമലംഘനമായി പരിഗണിക്കുമെന്നാണ് കോടതി നിരീക്ഷണം. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ നിയമപരമായി വിലക്കപ്പെട്ടതും അതുകൊണ്ടുതന്നെ അവയുടെ വിൽപ്പനയും കൈവശം വയ്ക്കലും കുറ്റകൃത്യവുമാണെന്നാണ് കോടതി വിധി. ഇസ്രായേൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ സ്വകാര്യ കമ്പനി ഡയറക്ടറായ വിദേശിക്കെതിരെ സമർപ്പിക്കപ്പെട്ട പരാതിയിൽ വിധി പറയുകയായിരുന്നു പരമോന്നത കോടതി. ഈ ഇനത്തിലെ ആദ്യ പരാതിയായതിനാൽ മേലിൽ ആവർത്തിക്കില്ലെന്നുറപ്പിൽ പ്രതിയെ നല്ല നടപ്പിന് വിടാൻ കോടതി ഉത്തരവിട്ടു. പ്രതിയിൽ നിന്ന് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. ഒമാനിലെ വാദി കബീർ ഇന്ത്യൻ സ്കൂളിലെ ഫീസ് വർധനവിനെതിരായ രക്ഷകർത്താക്കളുടെ പ്രതിഷേധം വ്യാപകമാകുന്നു. പ്രിൻസിപ്പലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് 1000-ഓളം രക്ഷകർത്താക്കളാണ് ഇന്ന് സ്കൂളിൽ എത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ച 300-ലധികം രക്ഷകർത്താക്കൾ സ്കൂളിൽ ഒത്തുചേർന്ന് ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പലിന് നിവേദനം നൽകിയിരുന്നു. വാരാന്ത്യ അവധി ദിനമായതിനാൽ കൂടുതൽ പേർ പ്രതിഷേധവുമായി രംഗത്തെത്തി. രക്ഷകർത്താക്കളുടെ ആവശ്യം ചർച്ച ചെയ്തെങ്കിലും ഫീസ് വർധനവ് പിൻവലിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് മാനേജ്മെന്റ്. ഇക്കാര്യം പ്രിൻസിപ്പൽ രക്ഷകർത്താക്കളോട് പറഞ്ഞു. തുടർ നടപടിയായി ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിനെയും ഇന്ത്യൻ എംബസിയെയും കേന്ദ്ര സർക്കാരിനെയും സമീപിക്കാനാണ് തീരുമാനം. നടപടിയില്ലാത്ത പക്ഷം ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തെയും സമീപിക്കും. വിഷയത്തിൽ തീരുമാനമാകുന്നതുവരെ വർദ്ധിപ്പിച്ച ഫീസ് അടയ്ക്കേണ്ടതില്ലെന്നാണ് രക്ഷകർത്താക്കളുടെ കൂട്ടായ്മ തീരുമാനിച്ചത്. ട്യൂഷൻ ഫീസ്, ടേം ഫീസ് ഇനങ്ങളിലായി 34 റിയാലിന്റെ വർധനവാണ് പുതിയ അധ്യയന വർഷത്തിൽ വരുത്തിയത്. മസ്കത്ത് ഇന്ത്യൻ സ്കൂളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ KG മുതൽ 12 വരെ ക്ലാസുകളിലായി ഒരു കുട്ടിക്ക് 42 റിയാൽ മുതൽ 142 റിയാൽ വരെയാണ് അധികമായി നൽകേണ്ടി വരുന്നത്. മീഡിയ വൺ, മസ്കത്ത്. 4ാം വ്യവസായ വിപ്ലവം രൂപപ്പെടുത്തുന്നതിന് മികച്ച 100 അറബ് സ്റ്റാർട്ടപ്പുകൾക്ക് ദീർഘകാല വിസ അനുവദിക്കുമെന്ന് UAE സർക്കാർ പ്രഖ്യാപിച്ചു. അറബ് സംരംഭങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം പകരാൻ നടപടി സ്വീകരിക്കുമെന്നാണ് വിലയിരുത്തൽ. ജോർദാനിൽ നടന്ന മിഡിൽ ഈസ്റ്റ്, വടക്കേ ആഫ്രിക്ക ലോക സാമ്പത്തിക ഫോറത്തിലാണ് വിസ അനുവദിക്കുന്നതിന് യോഗ്യമായ സ്റ്റാർട്ടപ്പുകൾ തെരഞ്ഞെടുത്തത്. UAE ക്യാബിനറ്റ് സെക്രട്ടറി ജനറൽ അബ്ദുല്ല ബിൻ തൂക്ക്, ദുബൈ ഫ്യൂച്ചർ ഫൗണ്ടേഷൻ CEO കൽഫാൻ ജുമാ ബെൽഹുൽ തുടങ്ങിയവർ പങ്കെടുത്ത അറബ് സ്റ്റാർട്ടപ്സ് റീച്ചിംഗ് വെലോസിറ്റി സെഷനിലാണ് 100 അറബ് സ്റ്റാർട്ടപ്പുകൾക്ക് 5 വർഷ വിസ അനുവദിക്കുന്ന പ്രഖ്യാപനം നടത്തിയത്. ലോക സാമ്പത്തിക ഫോറവുമായി ചേർന്ന് മികച്ച അറബ് സ്റ്റാർട്ടപ്പുകൾക്ക് ദീർഘകാല വിസ അനുവദിക്കാനുള്ള നടപടി ബിസിനസിന് വിപുലമായ സൗകര്യമൊരുക്കും. ഒപ്പം സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്കുള്ള ആകർഷകമായ അവസരം കൂടി സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രതിഭകൾക്കുള്ള ആഗോള കേന്ദ്രമെന്ന നിലയിൽ UAEക്ക് മികച്ച സ്ഥാനം ഉറപ്പാക്കാൻ വിവിധ നടപടികളാണിപ്പോൾ അധികൃതർ സ്വീകരിച്ചു വരുന്നത്. മീഡിയ വൺ, അബുദാബി. കെട്ടിടങ്ങളെ പരിസ്ഥിതി സൗഹാർദ്ദമാക്കാനുള്ള ഗ്രീൻ ലേബൽ സംവിധാനം ഫലം കാണുന്നു. കെട്ടിടങ്ങൾക്കുള്ള പെയിന്റ്, വാർണിഷ് ഉൽപ്പന്നങ്ങളിൽ ദോഷകരമായ ജൈവ സംയുക്തങ്ങളും ഉയർന്ന തോതിലുള്ള ലോഹാംശങ്ങളും നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിയതാണ് ഗ്രീൻ ലേബൽ സംവിധാനം. എമിറേറ്റ്സ് സ്റ്റാൻഡേർഡൈസേഷൻ മെട്രോളജി അതോറിറ്റിയാണ് ഗ്രീൻ ലേബൽ പദ്ധതി നടപ്പാക്കുന്നത്. സ്കൂളുകൾ, ആശുപത്രികൾ, മെഡിക്കൽ സെന്ററുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ദോഷം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ഈ പദ്ധതി. 2 വർഷത്തിൽ 4-5 സ്റ്റാർ ഉൽപ്പന്നങ്ങളുടെ വിതരണക്കാരുടെ എണ്ണം 62% വർദ്ധിച്ചതായാണ് കണ്ടെത്തൽ. UAE സമൂഹവും ഉൽപ്പന്ന വിതരണക്കാരും എസ്മ സ്വീകരിച്ച 4-5 സ്റ്റാർ ഗ്രീൻ ലേബലിനോട് ക്രിയാത്മകമായാണ് പ്രതികരിച്ചതെന്ന് എസ്മ ഡയറക്ടർ ജനറൽ അബ്ദുല്ല അൽ മൈനി വ്യക്തമാക്കി. പെയിന്റുകളുടെയും വാർണിഷുകളുടെയും ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന് 3 വർഷം മുമ്പാണ് എസ്മ നിയന്ത്രണ സംവിധാനം കൊണ്ടുവന്നത്. ഈ സംവിധാന പ്രകാരം നിശ്ചിത ഗുണമേന്മ പുലർത്താത്ത ഉൽപ്പന്നങ്ങൾ UAE മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കുന്നതില്ല. മീഡിയ വൺ, ദുബൈ. കുവൈത്തിൽ വിദേശികളുടെ ഇഖാമ സ്റ്റിക്കർ ഒഴിവാക്കിയ നടപടി ഫലപ്രദമെന്ന വിലയിരുത്തൽ. ഇഖാമ വിവരങ്ങൾ സിവിൽ ID കാർഡിലേക്കുള്ള മാറ്റിയ പരിഷ്കരണം സംബന്ധിച്ച് ഇതുവരെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. പാസ്പോർട്ടിലെ ഇഖാമ സ്റ്റിക്കറിന് പകരം റെസിഡൻസി സംബന്ധിച്ച വിവരങ്ങൾ സിവിൽ ID കാർഡുകളിൽ ഉൾക്കൊള്ളിക്കുന്ന സംവിധാനമാണ് താമസകാര്യ വകുപ്പ് കഴിഞ്ഞ മാസം മുതൽ നടപ്പാക്കിയത്. പുതിയ സംവിധാനത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനം വിലയിരുത്തിയ ശേഷമാണ് ആഭ്യന്തര മന്ത്രാലയം സംവിധാനം ഫലപ്രദമാണെന്ന് നിഗമനത്തിലെത്തിയത്. എമിഗ്രേഷൻ നടപടികൾക്ക് സിവിൽ ID നിർബന്ധമാക്കിയത് തുടക്കത്തിൽ ചെറിയ രീതിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നെങ്കിലും അധികൃതർ നടത്തിയ ബോധവൽക്കരണം ഫലം ചെയ്തു. പുതിയ സംവിധാനവുമായി വിദേശികൾ പൊരുത്തപ്പെട്ടതായാണ് ഔദ്യോഗിക തലത്തിലുള്ള വിലയിരുത്തൽ. അതേസമയം വിദേശ രാജ്യങ്ങളിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരിൽ ഉൾപ്പെടെ പുതിയ സംവിധാനത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കണമെന്ന നിർദ്ദേശം ഉയർന്നിട്ടുണ്ട്. കുവൈത്തിലേക്ക് വരുന്നവർ സ്വന്തം രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ഇഖാമ പേജിന് പകരം സിവിൽ ID ആണ് കാണിക്കേണ്ടത്.
രാജ്യത്തെ വിദേശ എംബസികളുമായി ആശയവിനിമയം പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു ആഭ്യന്തര മന്ത്രാലയം പരിഷ്കരണം നടപ്പാക്കിയത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കാർ അപകടത്തെ തുടർന്നുണ്ടായ പരിഭ്രാന്തിയിൽ കടലിൽ ചാടിയ ഡ്രൈവറെ അബുദാബി പോലീസ് രക്ഷപ്പെടുത്തി. കടലിൽ മുങ്ങിത്താണ ഡ്രൈവറെ പോലീസ് ഓഫീസർ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയാണ് കരകയറ്റിയത്. അബുദാബിയിൽ കടലിന് സമീപത്തെ റോഡിൽ 2 കാറുകൾ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് കാറുകളിലൊന്നിലെ ഏഷ്യക്കാരൻ ഡ്രൈവറാണ് ഭയവിഹ്വലനായി കടലിലേക്ക് എടുത്തു ചാടിയത്. വിവരമറിഞ്ഞെത്തിയ ട്രാഫിക് കൺട്രോൾ വകുപ്പിലെ ഫസ്റ്റ് അസിസ്റ്റന്റ് റാഷിദ് സാലിം അൽ ഷെഹി വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. വെള്ളത്തിൽ മുങ്ങി അബോധാവസ്ഥയിലായ ഡ്രൈവറെ മിനിറ്റുകൾക്കകം അദ്ദേഹം കരയിലെത്തിച്ചു. ഗുരുതരാവസ്ഥയിലായ ഡ്രൈവറെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഇയാൾ ആരോഗ്യം വീണ്ടെടുത്തു വരികയാണ്. റാഷിദ് സലീം അൽ ഷെഹിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇദ്ദേഹം നടത്തിയ ധീരമായ പ്രവൃത്തിക്ക് വ്യാപക പിന്തുണയാണ് ലഭിച്ചു വരുന്നത്. മീഡിയ 1 അബുദാബി. ലോക ഓട്ടിസം ദിനാചരണത്തിന്റെ ഭാഗമായി ഖത്തറിലെ ഗ്യുഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ദോഹയിൽ നടത്തിയ വാക്കത്തോൺ ശ്രദ്ധേയമായി. ഖത്തറിലെ വിവിധ സ്കൂളുകളും സംഘടനകളും പങ്കെടുത്ത വാക്കത്തോണിൽ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓട്ടിസം ബാധിച്ചവരോടുള്ള ഐക്യദാർഢ്യവും ഓട്ടിസം പ്രതിരോധ ബോധവൽക്കരണവും മുൻനിർത്തിയാണ് എല്ലാ വർഷവും ഖത്തർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്വിഷ് വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. ദോഹയിലെ അൽബിദ പാർക്കിൽ സംഘടിപ്പിച്ച വാക്കത്തോൺ ജനപങ്കാളിത്തം കൊണ്ടും പരിപാടികളിലെ വൈവിധ്യങ്ങളാലും ശ്രദ്ധേയമായി. ഓട്ടിസം ബാധിതർക്കുള്ള ഐക്യദാർഢ്യമോദി നടന്ന റാലിയിൽ ഖത്തറിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപക വിദ്യാർത്ഥികളും വിവിധ സംഘടനകളും ക്ലബ്ബുകളും അണിനിരന്നു. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. We all promote for one message that those kids and those adults with autism exist. They're part of the community and they have to be an active part. Ministry of Interior, Ministry of Education, Ministry of Health തുടങ്ങി ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഗവൺമെൻറ് മന്ത്രാലയങ്ങളുടെയും പ്രതിനിധികൾ ഈ വാക്കത്തോണിൽ ഞങ്ങൾ കൂടെ അണിനിരന്നിട്ടുണ്ട്. ക്വിഷ് ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ ഷെയ്ഖ് ജാസിം ബിൻ താമിർ അൽത്താനി ഉദ്ഘാടനം ചെയ്ത വാക്കത്തോണിൽ ഖത്തർ ദേശീയ ഓട്ടിസം ഫോക്കൽ പോയിന്റ് പ്രോജക്ട് ഇൻചാർജ് ഡോക്ടർ നൂഫ് അൽ സിദ്ദീഖി, ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പ്രതിനിധി ഫഹദ് അലി അൽ നഈമി, ക്വിഷ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ നിയാസ് കാവുങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ 1 ദോഹ. അൽ മക്തൂം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾക്കിടയിലായി സജ്ജമാക്കുന്ന ജുവൽ ഓഫ് ദ ക്രീക്ക് പദ്ധതിയുടെ 80% റോഡുകളും പണി പൂർത്തിയായി. ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി ഡയറക്ടർ ജനറൽ മതാർ അൽ തായറാണ് ഈ വിവരം അറിയിച്ചത്. ദുബായ് ക്രീക്കിന്റെ തീരത്ത് നഗരത്തിന്റെ പ്രൗഢിയും വിനോദസഞ്ചാര മികവും വിളിച്ചോതുന്ന പദ്ധതിയുടെ റോഡ് അടിപ്പാത നിർമ്മാണം ജൂൺ അവസാനത്തോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. 1.4 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കങ്ങളും നിർമ്മിക്കുന്നത് പദ്ധതിയുടെ ഭാഗമാണ്. ബനിയ സ്ട്രീറ്റ്, ഇത്തിഹാദ് സ്ട്രീറ്റ് എന്നിവയുമായി ബന്ധിപ്പിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണം. കാൽനടക്കാരുടെ സൗകര്യാർത്ഥം ബനിയ സ്ട്രീറ്റിന് മുകളിലായി 81 മീറ്റർ നീളമുള്ള മേൽപ്പാലവും നിർമ്മിക്കും. ഈ വർഷം അവസാന പാദത്തിൽ മേൽപ്പാലവും അനുബന്ധ സൗകര്യങ്ങളും തയ്യാറാക്കാനാണ് നീക്കം. 20 ഭക്ഷണശാലകൾ, 438 മുറികളുള്ള പഞ്ചനക്ഷത്ര ഹോട്ടൽ, 800ഓളം അപ്പാർട്ട്മെന്റ്സുകളുള്ള 4 താമസ കേന്ദ്രങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. അറബ് ഇസ്ലാമിക് രൂപകൽപ്പനയിലാണ് പദ്ധതി തയ്യാറാക്കുന്നത്. മീഡിയ 1 ദുബൈ. പ്രവാസ ലോകം കേന്ദ്രമായി മറ്റൊരു സിനിമ കൂടി പിറക്കുന്നു. യെസ് സിനിമ കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന സിനിമയുടെ നിർമ്മാണം ആനന്ദ് പയ്യന്നൂരാണ്. ഡാൻസ് നൈറ്റ് എന്ന് പേരിട്ട ചിത്രത്തിന്റെ പ്രഖ്യാപനം നടനും അമ്മ ഭാരവാഹിയുമായ ഇടവേള ബാബുവാണ് നടത്തിയത്. ഗൾഫ് ബോയ്സിന്റെ ദുബൈയിൽ നടന്ന ഒത്തുചേരൽ ചടങ്ങിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം ഉണ്ടായത്. പിന്നണി ഗായകൻ സുൽഫിക്കാണ് ചിത്രത്തിന്റെ സംവിധാനം. ദുബായിലെ ഈ രാത്രികാല ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ, റിച്ചി, രണം ഉൾപ്പെടെ നിരവധി സിനിമകളുടെ നിർമ്മാതാവ് കൂടിയായ ആനന്ദ് പയ്യന്നൂരിന്റെ പുതിയ സംരംഭത്തിൽ ഗൾഫ് മേഖലയിൽ നിന്നുള്ള നിരവധി പ്രതിഭകൾക്കും അവസരം ലഭിക്കും. ഗൾഫ് ബോയ്സ് ഒത്തുചേരലിൽ ഷാജി, രാജു, ചന്ദ്രപ്രതാപ്, രമേശ്, ഗണേഷ് എന്നിവരും സന്നിഹിതരായിരുന്നു. മീഡിയ 1 ദുബൈ. സൗദി ദമാമിൽ സുഹൃത്തിന് വായ്പയെടുക്കുന്നതിന് ജാമ്യം നിന്ന് നിയമക്കുരുക്കിലായ മലയാളി 3 വർഷമായി നാട്ടിൽ പോകാൻ കഴിയാതെ ദുരിതത്തിൽ. വായ്പയെടുത്ത സുഹൃത്ത് മുങ്ങിയതോടെ തൃശൂർ പെരുമ്പിലാവ് സ്വദേശി സൈനുദ്ദീനാണ് താമസരേഖയും ജോലിയുമില്ലാതെ ദുരിതത്തിലായത്. 6 വർഷം മുൻപ് ഹൗസ് ഡ്രൈവറായാണ് സൈനുദ്ദീൻ ദമാമിലെത്തിയത്. 3 വർഷം മുൻപാണ് കൂടെ താമസിച്ചിരുന്ന തൃശൂർ പാലിപ്പള്ളി സ്വദേശി CT മുഹമ്മദ് അലിക്ക് 15,000 റിയാൽ വായ്പയെടുക്കുന്നതിന് ജാമ്യം നിൽക്കുന്നത്. പൈസ എടുത്ത് അവന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ ഇവിടുന്ന് മുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്പനി എന്താ ചെയ്തിരിക്കുന്നത്, എൻ്റെ അക്കാമ എനിക്ക് നാട്ടിൽ പോകാനോ എൻ്റെ വീട്ടിൽ മക്കളെ കാണാനോ ഉപ്പാനും കാണാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലാക്കി അവൻ. അക്കാമ ബ്ലോക്കായി, എൻ്റെ ലൈസൻസ് ബ്ലോക്കായി. ഞാനിപ്പോൾ ഒരു വർഷമായിട്ട്, ഇപ്പോൾ 1.5 വർഷമായിട്ട് ശരിക്കും പണി പോലും എടുക്കാൻ പറ്റാണ്ട് ഇരിക്കുക. നമ്മൾ സാമ്പത്തികമായിട്ട് ഭയങ്കര
ഡള്ളിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു കഫീലാണെങ്കിൽ വണ്ടി ആദ്യം കഫീൽ പറഞ്ഞ് വണ്ടി ഓടിക്കേണ്ട വണ്ടി വാങ്ങിച്ചു. യാത്രാവിലക്ക് നിലനിൽക്കുന്നതിനാൽ ദമാമിൽ നിന്ന് മുങ്ങിയ മുഹമ്മദ് അലിയും സൗദി വിട്ടുപോയിട്ടില്ലെന്ന് സൈനുദ്ദീൻ പറയുന്നു. എന്നാൽ തന്നെ ബന്ധപ്പെടുവാനോ വായ്പ തിരിച്ചടയ്ക്കുവാനോ അദ്ദേഹം തയ്യാറാകുന്നില്ലെന്നും സൈനുദ്ദീൻ പരാതി ഉന്നയിക്കുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇവനായിട്ട് ഇപ്പോഴൊന്നല്ല, ഈ ഒരു വിഷയം എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആവുന്നതിന് മുന്നേ ഈ കമ്പനി അക്കൗണ്ട് ബ്ലോക്ക് ആയതിനു ശേഷം അവനെ ബന്ധപ്പെടുമ്പോൾ അവൻ നിനക്കൊരു കുഴപ്പമില്ല, നിനക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഇതായി. പിന്നീട് അത് അവൻ്റെ വീടായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ വീട്ടുകാർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്കൊരു ബന്ധമില്ല, എടുത്ത വ്യക്തി അവിടെ ഉണ്ട്, നീയും നിങ്ങളുടെ മകൻ അവിടെ നാട്ടിലുണ്ട്, നിങ്ങളവിടെ പോയിക്കോ, ഇവനെ ബന്ധപ്പെടാൻ നമുക്കൊരു മാർഗമില്ല. വായ്പാ തുക വർദ്ധിച്ച് ഇപ്പോൾ 29,000 റിയാലായി. മുഹമ്മദ് അലിയെ ഹാജരാക്കുകയോ അല്ലെങ്കിൽ ഈ തുക കെട്ടിവെക്കുകയോ ചെയ്താൽ മാത്രമേ സൈനുദ്ദീന്റെ യാത്രാവിലക്ക് നീക്കാൻ സാധിക്കുകയുള്ളൂ. എംബസിയിലും നോർക്കയിലും പരാതി നൽകിയെങ്കിലും സാമ്പത്തിക കുറ്റമായതിനാൽ ഒന്നും ചെയ്യാനില്ലെന്നാണ് മറുപടി ലഭിച്ചത്. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം. ഇതിഹാസ താരങ്ങൾ അണിനിരന്ന സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഖത്തറിനെതിരെ ഇന്ത്യക്ക് ജയം. ഇന്ത്യക്ക് വേണ്ടി മുൻ താരങ്ങളായ IM വിജയൻ, ജോപോൾ അഞ്ചേരി, ആസിഫ് സഹീർ എന്നിവർ അണിനിരന്നു. ഖത്തർ ഇന്ത്യൻ അസോസിയേഷൻ ദോഹയിൽ നടത്തുന്ന ചാമ്പ്യൻസ് ലീഗ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ലെജൻഡറി മത്സരം സംഘടിപ്പിച്ചത്. പന്ത് കിട്ടിയപ്പോഴെല്ലാം IM വിജയനിലെ മാജിക്കുകാരൻ ഉണർന്നെണീറ്റു. ജോപോൾ അഞ്ചേരി ഒരിക്കൽ കൂടി മധ്യനിരയിലെ മേജറായി. പ്രായം തളർത്തിയിട്ടില്ലെന്ന് തെളിയിച്ച് മലബാറിന്റെ മറഡോണ ആസിഫ് സഹീറും. ഇതിഹാസങ്ങൾ അണിനിരന്ന ഇന്ത്യൻ ടീമിനെ നേരിടാൻ അപ്പുറത്ത് ആദിൽ ഖാമിസും മുബാറക് മുസ്തഫയും അബ്ദുൽ അസീസ് ഹസന്റെയും നേതൃത്വത്തിൽ ഖത്തറും. പഴയ പടക്കുതിരകൾ ഒരിക്കൽ കൂടി ബൂട്ടണിഞ്ഞ് ദോഹ സ്റ്റേഡിയത്തിൽ പന്ത് തട്ടാനിറങ്ങിയപ്പോൾ ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ സാക്ഷിയായത് അസുലഭ സുന്ദര ഫുട്ബോൾ കാഴ്ചകൾക്ക്. IM വിജയന്റെയും ആസിഫ് സഹീറിന്റെയും സുന്ദര നീക്കങ്ങളുടെ കരുത്തിൽ ഇന്ത്യ നേടിയ 2 ഗോളുകൾക്ക് ഖത്തർ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. ഒടുക്കം മത്സരം ടൈ ബ്രേക്കറിലേക്ക്. ഖത്തറിന്റെ മുഴുവൻ കിക്കുകളും തടഞ്ഞിട്ട് ഇന്ത്യൻ ഗോളി ജാക്വലിൻ അത്ഭുതമായപ്പോൾ 4 കിക്കുകളും വലയിൽ കയറ്റി ഇന്ത്യ തകർപ്പൻ ജയം ആഘോഷിച്ചു. നല്ല മാച്ചായിരുന്നു. കാരണം അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് പ്ലെയറാണ്. അവരൊന്ന് 2 പ്ലേയേഴ്സിനും കൂടെ ആദ്യമേ കളിച്ചിട്ടുണ്ട്, ഫ്രീ വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മാച്ച്? എങ്ങനെ ഉണ്ടായിരുന്നു മാച്ച്? നല്ല മാച്ച്, നമ്മൾ വിജയിച്ചു. എന്നാലും നല്ലൊരു എക്സിബിഷൻ മാച്ചാണല്ലോ. അവരെയും സീനിയർ പ്ലേയേഴ്സ് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. നമുക്ക് നാട്ടുകാർ തരുന്ന സ്നേഹം നമ്മുടെ നാട്ടിനേക്കാൾ ഉപരി ഇവിടെ ഒരുപാട് ആവേശം ഉണ്ടാക്കുന്നതാണ്. സിറ്റി എക്സ്ചേഞ്ച് CEO ഷറഫ് പി ഹമീദ് ഇന്ത്യൻ ടീമിനുള്ള ട്രോഫി സമ്മാനിച്ചു. തുടർന്ന് വിശിഷ്ടാതിഥികളും താരങ്ങളും ചേർന്ന് സൗഹൃദത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്തി. ISC പ്രസിഡന്റ് നിലാങ്ഷുടെ, ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി അംഗങ്ങളായ അഭിലാഷ് നാലപ്പാട്ട്, അനീഷ് ഗംഗാധർ, CIC പ്രസിഡന്റ് KC അബ്ദുൽ ലത്തീഫ്, അസീം ടെക്നോളജി CEO ഷഫീഖ് കബീർ, ടീടൈം മാർക്കറ്റിംഗ് മാനേജർ ഷിബിലി, MS ബുഖാരി, കിയ ഭാരവാഹികളായ AP അബ്ദുറഹ്മാൻ, സഫീർ റഹ്മാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഖത്തർ ഇന്ത്യ സാംസ്കാരിക സൗഹൃദ വർഷം കൂടി ആചരിക്കുന്ന ഈ ഘട്ടത്തിൽ പ്രവാസി ഫുട്ബോൾ പ്രേമികൾക്ക് ഫുട്ബോൾ അഴകിന്റെ വശ്യസുന്ദര മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് ഈ ലെജൻഡറി മാച്ച് ഇവിടെ പൂർണ്ണമായത്. ദോഹ സ്റ്റേഡിയത്തിൽ നിന്നും PC സൈഫുദ്ദീൻ, മീഡിയ 1. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടൂർണമെന്റ് ആയിരിക്കും ഖത്തറിലേതെന്ന് IM വിജയൻ. മലയാളികൾ ഉൾപ്പെടെ പ്രവാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച സമ്മാനമായിരിക്കും ലോകകപ്പ് എന്ന് ജോപോൾ അഞ്ചേരിയും ആസിഫ് സഹീറും പറഞ്ഞു. കിയ സംഘടിപ്പിച്ച ലെജൻഡറി മത്സരത്തിന് ശേഷം മീഡിയ 1നോട് സംസാരിക്കുകയായിരുന്നു മൂവരും. ഖത്തറിൻ്റെ കയ്യിൽ അത്രയധികം ഗട്സ് ഉണ്ട് നടത്താന്നുള്ളത്. തീർച്ചയായിട്ടും വേൾഡ് കപ്പ് അത്രയും നല്ല രീതിയിൽ നടന്നു. മറ്റുള്ളവർക്ക് നടന്നേക്കാളും നന്നായിട്ട് ഇവിടെ നടത്തുന്നുള്ള വലിയ ആത്മവിശ്വാസമുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് വേൾഡ് കപ്പായി മാറാൻ സാധ്യതകളാണ്. ഏഷ്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏഷ്യയിലത്തെ ഒരു ചാമ്പ്യൻ ആവട്ടെ എന്ന് ആശംസിക്കാം. ഇതുവരെ നടന്ന വേൾഡ് കപ്പിൽ ഏറ്റവും നമ്പർ 1 വേൾഡ് കപ്പാൻ സാധ്യതയുള്ള ഒരു വേൾഡ് കപ്പ് ആയിരിക്കും 2022 ഖത്തർ വേൾഡ് കപ്പ്. ഒരു സംശയമില്ല. കാരണം അത്രക്കും ഫെസിലിറ്റീസ് ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്ന ഫുട്ബോളിനും ഈ വേൾഡ് കപ്പിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ അറിഞ്ഞാൽ ഏഷ്യൻ കപ്പ് വിൻ ചെയ്തോണ്ടല്ലേ അസാധ്യ വിജയമാണ് വിജയമുണ്ട്. അതൊക്കെ ഇതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് തോന്നുന്നത്. ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സൗദ് അൽ മുഹന്നദിയെ ഫിഫ കൗൺസിൽ അംഗമായി തെരഞ്ഞെടുത്തു. മലേഷ്യയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 37-നെതിരെ 46 വോട്ടുകൾക്കാണ് മുഹന്നദി ജയിച്ചത്. 2019 മുതൽ 2023 വരെയാണ് കാലാവധി. ഇന്ത്യയിൽ നിന്നും പ്രഫുൽ പട്ടേലിനെയും ഫിഫ കൗൺസിൽ അംഗമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഫാസിസ്റ്റ് ഭരണത്തിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി UDFന് വോട്ട് ചെയ്യാൻ വെൽഫെയർ പാർട്ടി കേരളം സ്വീകരിച്ച നിലപാട്
സ്വാഗതാർഹമാണെന്ന് ഖത്തർ കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. ICC അശോക ഹാളിൽ നടന്ന വടകര, കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി മണ്ഡലം സംയുക്ത കൺവെൻഷൻ ഡോക്ടർ താജ അലുവ ഉദ്ഘാടനം ചെയ്തു. ഇൻകാസ് ഖത്തർ നേതാവ് അൻവർ സാദത്ത്, KMCC മലപ്പുറം ജില്ലാ ഭാരവാഹി സവാദ് വെളിയങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു. കൾച്ചറൽ ഫോറം നാടകവേദി അവതരിപ്പിച്ച ചിരിക്കുന്ന മരപ്പാവ എന്ന രംഗാവിഷ്കാരവും അരങ്ങേറി.